180 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 36ാമത്തെ ദിവസമാണിന്ന്. എടാ, ഇവിടെ കറണ്ട് ഇല്ല. ഇപ്പോൾ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, കറണ്ട് വരുന്നില്ല. ഇവിടെ നല്ല മഴയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തല്ലേ, ചലഞ്ച് ബ്രേക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വേറെ ലൈറ്റൊന്നുമില്ല. സോ നമ്മളങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് റിസോഴ്സാണുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. സോ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം കിട്ടിയതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ കുറച്ച് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടയേർഡായിപ്പോയി. ഞാൻ കുറേ നേരം കിടക്കുക തന്നെയായിരുന്നു, റെസ്റ്റ് എടുത്തു. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്നിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് ടോക്ക് നന്നായിട്ട് മാറുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര ജെൻറ്റിലായിട്ടും കൈൻഡൊക്കെ ആയിട്ടാണ് പെരുമാറുന്നത്. എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻ വരുമ്പോഴും ഇറിറ്റേറ്റഡ് ആകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പറയും, അലീഷ ഇത് കുഴപ്പമില്ല, നീ ഇത് ഫീൽ ചെയ്താൽ മതി, നീ ഓക്കെയാണ്, ഞാനുണ്ട് കൂടെ, നീ പേടിക്കേണ്ട, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, നീ കേപ്പബിൾ ആണ്. ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനുമായിട്ടൊരു നല്ലൊരു കണക്ഷൻ എനിക്ക് ബിൽഡ് ആവുന്നുണ്ട്. ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നുണ്ട് ഞാൻ എൻ്റെ തന്നെ. അത് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്ര കാലം എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, ഞാൻ എൻ്റെ അടുത്ത് തന്നെ കൈൻഡായിട്ട് സംസാരിക്കുക, എന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും കഴിഞ്ഞ 36 ദിവസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. പല ചലഞ്ചസ് വരുന്നൊക്കെ ഉണ്ട്. എന്നാലും ഉണ്ടല്ലോ, ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് കാണുമ്പോൾ ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. പിന്നെ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വരും പോകും. നമ്മുടെ കൺട്രോളിലായിരിക്കില്ല പല കാര്യങ്ങളും. സോ അതിനെ ലെറ്റ് ഗോ ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. എന്ത് വന്നാലും ഗിവ് അപ്പ് ചെയ്യത്തില്ല, മുന്നോട്ടേക്ക് പോകും. നമ്മുടെ ലൈഫിൽ എന്ത് ചലഞ്ച് വന്നാലും അതിനകത്ത് നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷനിലേക്ക് ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ പ്രോബ്ലത്തിൽ തന്നെ കിടന്ന് കറങ്ങരുത്. സങ്കടപ്പെടണം, ഗ്രീവ് ചെയ്യണം, ഒക്കെ വേണം. എന്നാലും നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരിക, ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കുക. നമ്മളോട് തന്നെ പറയാം, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. നമ്മുടെ ലൈഫിൽ പല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ട്രൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മളൊരു അഡൽട്ടാണ്. നമ്മൾ തന്നെ തീരുമാനിക്കുക, ഇത് ഇനി നമ്മൾ ക്യാരി ചെയ്യണോ, ഈ പെയിൻ ക്യാരി ചെയ്യണോ, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, ചോയ്സാണ്. സോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക. നമുക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ ഹീൽ ചെയ്യാനൊക്കെ തയ്യാറാവുക. നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫിലോ നമ്മുടെ ലൈഫിലൊന്നും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഈ ഒരു ജേർണിയിൽ നിന്ന് നമ്മളെ തന്നെ സഹായിക്കാൻ തയ്യാറാവണം, നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മുടെ ഇമോഷൻസ് ഫീൽ ചെയ്യണം, നമ്മളെ ഇഗ്നോർ ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻ വരുമ്പോൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാനും കുറേ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ വേറെ എങ്ങോട്ടെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഇമോഷനെ സപ്രസ് ചെയ്ത് വെക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഹീലാവും, നമ്മളുടെ ലൈഫ് കുറേ കൂടി ഈസി ആവും. നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നമ്മൾ തന്നെ നമ്മളോട് പറയാം, എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും, അതൊന്നും എന്നെ ഡിഫൈൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇനി മുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കും, എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവും. അതുപോലെ എന്ത് എൻ്റെ ലൈഫിൽ വന്നാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല, ഞാനൊരു വിന്നറാണ്. എപ്പോഴും നമ്മളോട് പറയണം. ഞാൻ എന്നോട് പറയുന്നൊരു കാര്യമാണ്, അലീഷ ഭയങ്കര സ്ട്രോങ് ആണ്, കേപ്പബിൾ ആണ്, റെസിലിയൻ്റ് ആണ്, അതുപോലെ തന്നെ ഒരു വിന്നറാണ്. അലീഷയ്ക്ക് ലൈഫിൽ എന്ത് ചലഞ്ച് വന്നാലും അതൊക്കെ ഫേസ് ചെയ്യാനും അതൊക്കെ കടന്നു വരാനുള്ള ആ ഒരു പവർ അലീഷൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ എന്നോട് എപ്പോഴും പറയും. ഞാൻ പിന്നെ എപ്പോഴും എന്നോട് തന്നെ പറയും, ഐ ബിലീവ് ഇൻ യു, ഐ ലവ് യു, ഐ എം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ ഞാൻ എന്നോട് പറയും. എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും വിസിബിൾ അല്ല, എനിക്ക് ഗ്രോത്ത് ഒന്നും
വലിയ രീതിയിൽ കാണാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യുമ്പോഴും ഇൻറ്റേർണലി ഒരുപാട് ഷിഫ്റ്റ് വരുന്നുണ്ട്, പക്ഷേ എക്സ്റ്റേണൽ വേൾഡിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്ത് വലിയ രീതിയിൽ വന്നിട്ടില്ല. ചില സമയത്ത് സെൽഫ് ഡൗട്ടൊക്കെ വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, നീ നിൻ്റെ കർമ്മം ചെയ്യുക, ഫലം എന്തായാലും നീ അത് നോക്കേണ്ട കാര്യമില്ല, റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ നീ ചെയ്യുക, അതുപോലെ നിൻ്റെ സെൽഫിൽ നന്നായിട്ട് പണിയെടുക്കുക, നിനക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്, നീ നിന്നെ വിശ്വസിക്കണം, നീയാണ് നിന്നെ വിശ്വസിക്കേണ്ടത്, വേറെ ആർക്കും നിൻ്റെ ഡ്രീമോ വിഷനോ ഒന്നും ഇപ്പം കാണാൻ പറ്റില്ല, അത് നിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നീ തന്നെ നിന്നെ വിശ്വസിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ എന്നോട് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും കണ്ണാടി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഐ ലവ് യു അലീഷ, ഐ എം ഹിയർ ഫോർ യു എന്ന് പറയും. എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത്തും ഹാപ്പിനെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് നല്ല ഇമോഷൻസൊക്കെ ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ലൈഫിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് ഒരു നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം, ഹാപ്പി ആയിട്ടും ജീവിക്കാം, സങ്കടപ്പെട്ട് ജീവിക്കാം, അതൊക്കെ എൻ്റെ കയ്യിലാണുള്ളത്. ഇത്ര കാലം സങ്കടപ്പെട്ടാണ് ജീവിച്ചത്, ഒരുപാട് പേരെ ബ്ലെയിം ചെയ്ത് എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം വേറെ ഉള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അന്നത്തെ അവയർനെസ്സിൽ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം ഞാനാണ്. ഇനി ഇത് മാറണമെങ്കിൽ ഞാൻ തന്നെ പണിയെടുത്തേ പറ്റുള്ളൂ. എന്താണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ശ്രമിച്ച് നോക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഞാനുള്ളത്. ഇപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് റെസ്പോൺസിബിൾ എൻ്റെ ലൈഫിന്. അതുകൊണ്ട് ഞാൻ പണിയെടുത്താൽ എൻ്റെ ലൈഫ് മാറും. അതുപോലെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഹീൽ ചെയ്യാൻ തയ്യാറാവണം. ഇത് ഒരു സ്ലോ ആയിട്ടുള്ളൊരു ജേണിയാണ്, ലോങ് ആയിട്ടുള്ളൊരു ജേണിയാണ്, പേഷ്യൻസ് വേണം. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. സോ എന്താണെങ്കിലും ഞാൻ ഭയങ്കര പ്രൗഡാണ്, സക്സസ്ഫുള്ളി ആണ് ഈ ദിവസം എൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ഹീൽ ചെയ്യുക, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളെ ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കുള്ളിലൊരു വിഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അതിൻ്റെ ആഴവും അതിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, എല്ലാം റെഡിയാവും. ഞാൻ എന്നെ ഓർത്ത് ഭയങ്കര പ്രൗഡാണ്. ഇന്ന് എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കുമായിരുന്നു, എക്സ്ക്യൂസ് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. എനിക്ക് മടി വരുന്നുണ്ട്, എനിക്ക് എപ്പോഴും ടാസ്കുകൾ ചെയ്യാനോ ഒന്നും മൂഡൊന്നുമില്ല. എന്നാലും എന്നെ പിടിച്ചു കൊണ്ടിരുത്തി ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. മുന്നത്തെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ചെറിയ രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസം തന്ന ദൈവത്തോട് ഞാൻ നന്ദി പറയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഒരു നല്ല ദിവസം കൂടെ എൻ്റെ ലൈഫിലൂടെ കടന്നുപോയി. ഒരുപാട് റിയലൈസേഷൻസ് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഐ എം സോ ബ്ലെസ്ഡ് ആൻഡ് ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ. സോ ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്, ബൈ. നാളെ കാണാം.